ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് E&F പാറ്റേൺ അതിൻ്റെ സോൾവ് ചെയ്യാൻ തന്നെയാണ്. അതായത് ഈ ഒരു വീഡിയോയിൽ അത്യാവശ്യം ടഫായിട്ടുള്ള സാധനമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് കോഡൊന്ന് ഈ സാധനം ഒന്ന് റീഡ് ചെയ്തിട്ടുള്ളൂ, കോഡ് ചെയ്ത് നോക്കിയിട്ടേ ഇല്ല. അതായത് ഇതിനു മുമ്പ് ഞാൻ ഇതിനു മുമ്പ് എപ്പോൾ ചെയ്തതാണ്, പക്ഷേ ഇത് ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ്. ഓക്കെ, ഇത് രണ്ടും അത്യാവശ്യം ലെവലുള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ, ആദ്യം ഇതിന് മുമ്പുള്ള എഫ് പാറ്റേണിൻ്റെ 2-3 പാർട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കണ്ടാൽ മതി. ഫസ്റ്റ് നമുക്ക് സോൾവ് ചെയ്യേണ്ട ഈ ഒരു പാറ്റേൺ. ഞാനെങ്ങനെ ഫിമേഴ്സിനെ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യുന്നത് വെച്ചാൽ അതുപോലെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ വരയും കളിയൊന്നും ഇല്ല. വരക്കേണ്ട ക്വസ്റ്റ്യൻ ഉണ്ട്, അത് വന്നാൽ വരക്കും, അല്ലാണ്ട് വരക്കില്ല. ഇപ്പോൾ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് കാണാം. ഇവിടെ നോക്കിയാൽ ആദ്യത്തെ റോയിൽ 4 സ്റ്റാറാണ് പ്രിൻ്റ് ആയിട്ടുള്ളത്. പിന്നത്തെ നോക്കുമ്പോൾ എത്രയാ, 3, 2, 6. ഇത് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി ഞാനിവിടെ 4 കൊടുക്കുന്നുണ്ട്. ഇവിടെ 4 സ്റ്റാറാണ് പ്രിൻ്റ് ആയിട്ടുള്ളത്. അത് ഞാനിവിടെ 4 എന്ന് എഴുതുന്നുണ്ട്. ഓക്കെ, അടുത്തതിൽ നമുക്ക് പ്രിൻ്റ് ആയിട്ടുള്ളത് 4, 2, 6 സ്റ്റാറാണ്. പിന്നെ അതിൻ്റെ തൊട്ടതായ എത്ര പ്രിൻ്റ് ആയിട്ടുള്ള, അതിൻ്റെ തൊട്ടതായ 6, 3, 6, 3, 9 അല്ലേ, 8 അല്ല, 3. ഇതെങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ഇവിടെ 2i ഉപയോഗിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റും, പക്ഷേ ഇവിടെ പറ്റില്ല. ഈ ഒരു കേസിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ ഒരു എളുപ്പ വഴിയുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ഫോർ ലൂപ്പ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. എനിക്കിപ്പോൾ കിട്ടിയപ്പോൾ തോന്നുന്ന ഒരു ലോജിക്കാണത്, വേറെ ഒന്നുമില്ല. ഇവനെങ്കിൽ ഇത് കുറേയായി ഞാൻ ഈ ക്വസ്റ്റ്യൻ തൂക്കിയിട്ട്, അത്യാവശ്യം ടഫാന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ച ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇനി എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇഫ് i = 1 ആണെങ്കിൽ, ഇവിടെ കാണുന്നില്ലേ എത്ര 1 ആകുമ്പോൾ 4 സ്റ്റാർ അല്ല പ്രിൻ്റ് ആയിട്ടുള്ള. ബാക്കി എല്ലാ കേസിലും ഇവിടെയും 3, 2i ആണ്, അല്ല 3i ആണ്, 6 അല്ല, ഇവിടെ 9 ആടെയൊക്കെ 3i ആണ്. അപ്പോൾ ഇവിടെ ഒരു വേരിയബിൾ അസൈൻ ചെയ്യുന്നുണ്ട്, അതായത് ഒരു st എന്ന് പറയുന്ന ഒരു വേരിയബിൾ. ഓക്കെ, ആ st ഇവിടുന്ന് ഞാൻ 4ലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഓക്കെ, 4ലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. എൽസ് ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ നടക്കേണ്ടത് st അസൈൻ 3i ആണ്, 3 × i. ഇനി നമുക്ക് നോർമൽ ഫോർ ലൂപ്പ് j = 1 തൊട്ട് j ≤ st വരെ j++. ഇവിടെ സ്റ്റാറും സ്പേസും ആണ് നമുക്ക് പ്രിൻ്റ് ആകേണ്ടത്, അല്ലേ? യെസ്. എന്നിട്ട് ഈ ഒരു 4 സ്റ്റാർ പ്രിൻ്റായി കഴിഞ്ഞ്, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റാർ പ്രിൻ്റായി കഴിഞ്ഞിട്ട് അടുത്ത ലൈനിലേക്ക് മാറ്റണം. അതിന് വേണ്ടി ഞാൻ printf-ൻ്റെ അകത്ത് ഒരു സ്ലാഷ് ഉണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ 3, ഇവിടെ 6, ഇത് 3i തന്നെയല്ലേ, 3, 6. യെസ്, ഫോർ ലൂപ്പ് j അസൈൻ 1 തൊട്ട് j ≤ 3i, 3i ടൈംസ് j++. ഇവിടെ printf-ൻ്റെ അകത്ത് എന്നാ കൊടുക്കേണ്ടത്, സ്റ്റാർ പ്രിൻ്റ് ചെയ്ത് അടുത്ത ലൈൻ, സ്റ്റാർ പ്രിൻ്റ് ചെയ്ത് അടുത്ത ലൈൻ, സ്റ്റാർ പ്രിൻ്റ് ചെയ്ത് നെക്സ്റ്റ് ലൈൻ, ന്യൂ ലൈൻ. ഇനി ഇവിടെ എത്തിയാൽ സ്റ്റാർ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലൈൻ അടിച്ച് ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, വേറെ ഒരു ന്യൂ ലൈനിൻ്റെ ആവശ്യമില്ല. ഈ കോഡ് വർക്കാവും.
ഇനി ഇവിടെ 1 2 n 3 ആകുന്ന കേസിൽ ഈ ഒരു സാധനം പ്രിൻ്റ് ആകണ്ട. സ്റ്റാർ ന്യൂ ലൈനുള്ള ഈ ഒരു ഫംഗ്ഷൻ i ഈക്വൽ ടു n ആകുന്ന കേസിൽ വർക്കാകണ്ട. ഇഫ് i ഈക്വൽ ടു n ആകുന്ന കേസിൽ ബ്രേക്ക്. ഫോർ 6 3 3 9 3 3 3 3 3 9 3 3 ഓക്കെ അല്ലേ? 1 2 3 1 2 3 1 2 3 യെസ്. ഈ ഒരു തരത്തിലാണ് ഈ കോഡ് ചെയ്യേണ്ടത്. ഇവിടെ ജസ്റ്റ് ഇങ്ങനെ കൊടുത്ത് ബാക്കി ഇത് ST കൊടുത്ത് അത്രേ ഉള്ളത്. ഓക്കെ. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ 2 ഈ ഒരു സാധനങ്ങൾ ഞാനിനി ഒഴിവാക്കുന്നുണ്ട്. ഇത് ഞാൻ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ മാറ്റിയിട്ട് ചെയ്യണ്ട, നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. ഓക്കെ. ഇവിടെ 2 എൻ്റെ ടൈമിൻ്റെ ലെങ്ത്ത് കുറക്കാൻ വേണ്ടിയാണ് ഈ പരിപാടിയൊക്കെ ചെയ്ത് കൂട്ടുന്നത്. 2 പിന്നെ അടുത്തതിൽ എത്രയാണ് 5. ഓക്കെ. അടുത്തതിൽ 5 പ്രിൻ്റ് ആയിട്ട് ഇവിടെ 5 3 8. ഇനി 8 പ്രിൻ്റ് ആയിട്ട് 8 3 അതെത്രയാണ് 8 3 11 അല്ലേ? ഇനി നമുക്ക് കുറച്ചും കൂടെ എത്തപ്പം i 1 ആയിരിക്കണം 2. ഇനി i 2 ആയിരിക്കുമ്പം 4. i 3 ആയിരിക്കുമ്പം ഇതിനൊരു ലോജിക്ക് അങ്ങനെ കട്ടാക്കാം. ഇനി 1 2 5 ഇവിടെ 1 ഇവിടെ 2 വരും. ഇവിടെ 1 1ൻ്റെ അപ്പുറം 1 കൂട്ടിയാൽ ഓക്കെ. ഇവിടെ 3 2 ഉണ്ട് 5. ഇവിടെ 5 8. ഇതിൻ്റെ അപ്പുറം 3 കൂട്ടിയാൽ ഇത് കിട്ടും. ഇതിൻ്റെ അപ്പുറം 3 കൂട്ടിയാൽ ഇത് കിട്ടും. അതിൻ്റെ അപ്പുറം 3 കൂട്ടിയാൽ ഇത് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഇതിൻ്റെ അപ്പുറം ഇത് ആദ്യം നമ്മളൊരു 2 അസൈൻ ചെയ്യാറ്റും ചെയ്യാം. ഓക്കെ. പിന്നെ അതിൻ്റെ അപ്പുറം 3 കൂട്ടിയാൽ നമുക്കിത് കിട്ടും. പിന്നെ അതിൻ്റെ ഒരു ഒപ്പരം 3 ആഡ് ചെയ്ത് കൊടുത്താൽ ഇത് നമുക്ക് കിട്ടും. പിന്നെ അതിൻ്റെ ഒപ്പരം വീണ്ടും 3 ആഡ് ചെയ്ത് കൊടുത്താൽ ഇത് നമുക്ക് കിട്ടും. അപ്പോൾ ചെയ്യേണ്ട പരിപാടിയാണ് കറക്റ്റ്. ST അസൈൻ 2ലേക്ക് ഞാൻ അസൈൻ ചെയ്താൽ നോക്കുന്നുണ്ട്. ഓക്കെ. എന്നിട്ട് ഒരു ഫോർ ലൂപ്പ്, എന്നിട്ട് j ഈക്വൽ ടു 1 തൊട്ട് j ലെസ് ദാൻ ഓർ ഈക്വൽ ടു ST വരെ കൊടുത്ത് j പ്ലസ് പ്ലസ് കൊടുത്ത് ഇനി പ്രിൻ്റ് ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കേണ്ടത് എന്താ? സ്റ്റാറും സ്പേസും. ഓക്കെ. ഇവിടെ സ്റ്റാറും സ്പേസും അല്ലേ? ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് അടുത്തൊരു ലൈനിലേക്ക് ഇതിനെ മാറ്റണം. അതിന് വേണ്ടി ഫോർ ലൂപ്പിൻ്റെ പുറത്ത് പ്രിൻ്റ് എഫിൻ്റെ അകത്ത് /n. ഇപ്പോൾ വേണ്ടത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇത് കഴിഞ്ഞിട്ട് അടുത്ത തവണ ലൂപ്പ് വർക്കാകുമ്പോൾ ഇത് വീണ്ടും 3 ആക്കണം. അതായത് ST പ്ലസ് 3 ചെയ്യണം. അതായത് STയിലുള്ളതും ഉള്ള വാല്യൂ പ്ലസ് 3 ST പ്ലസ് 3 ചെയ്തിട്ട് STയിലേക്ക് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കും. അവർ ഒരടി പഠിച്ചാണ്. കോഡ് ടെസ്റ്റ് ചെയ്യെങ്കിൽ ടെസ്റ്റ് ചെയ്യാം. ഓക്കെ. 2 പിന്നെ 5 8 ഇവിടെ 4 റോ ആക്കണം. 1 2 3 4 4 റോ ആക്കണം. ലാസ്റ്റ് റോയിൽ എത്ര? 3 3 6 3 9 12 3 3 6 3 9 3 3 6 9. എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നില്ല.
ഇവിടെ എത്രയാണ്? 5 അല്ലേ? ഇവിടെ 5 മതിയോ? ഇവിടെ 5ഉം 3ഉം 8 കറക്റ്റാണ്. 3ഉം 5 8 11 ഇനി ഇവിടെ 3ഉം 6 6ഉം 3ഉം 9 യെസ് 10 11. ഓക്കെ, കോഡ് ഈ ഒരു സാധനത്തിൻ്റെ കോഡ് വർക്കാണ്. ഇനി നമുക്ക് വേണ്ടത് ഇത് പ്രിൻ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ ആദ്യത്തെ വീഡിയോ ഒക്കെ ഡിസ്കസ് ചെയ്തതാണ്. ജസ്റ്റ് അങ്ങനെ പ്രിൻ്റ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഫോർ ലൂപ്പ് വേണം. ജെ ഈക്വൽ ടു 1 തൊട്ടിട്ട് ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ വരെയാണ് വേണ്ടത്. അത് ആ വീഡിയോ നിങ്ങൾ കണ്ടാൽ കറക്റ്റായിട്ട് കത്തും. ജെ പ്ലസ് പ്ലസ് ഇത് റിലേറ്റഡ് കുറേ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഫോർ കെ ഈക്വൽ ടു 1 തൊട്ട് കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ വരെ കെ പ്ലസ് പ്ലസ്. പ്രിൻ്റ് അകത്ത് സ്റ്റാറും സ്പേസും. ഇനി ഒരു പ്രിൻ്റ് ന്യൂ ലൈൻ. ഇത് കഴിഞ്ഞിട്ട് ന്യൂ ലൈൻ അടിക്കും. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു സാധനം നമുക്ക് ആവശ്യമില്ല. ആ ഒരു സാധനം പ്രിൻ്റ് ആക്കുന്നത് ഇത് ഇഫ് ഐ ഈക്വൽ ടു n ആണെങ്കിൽ ബ്രേക്ക്. ഓക്കെ അല്ലേ? 2 5 8 11 3 3 3 4. ഓക്കെ, ഈ ഒരു വിധത്തിലേക്ക് കോഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ ഞാൻ ST കൊടുത്ത് ആ ഒരു STയിൽ 2 അസൈൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു STയിൽ നിന്ന് 3 വാല്യൂ കൂട്ടി, പിന്നെ ആ ഒരു STയുമായിട്ട് 3 വാല്യൂ കൂട്ടി, പിന്നെ ആ ഒരു STയുമായിട്ട് 3 വാല്യൂ കൂട്ടി. അവ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ST ഈക്വൽ ടു ST പ്ലസ് ഈക്വൽ ടു 3 കൊടുത്തത്. ഓക്കെ അല്ലേ? ഇവിടെ STൻ്റെ അകത്ത് 3 വാല്യൂസ് ആഡ് ചെയ്ത് പോകുന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ 3 വാല്യൂസ് ആദ്യം STയിലേക്ക് 2 ഞാൻ അസൈൻ ചെയ്ത് കൊടുത്ത് ആ ഒരു വിധത്തിലേക്ക് കോഡ് പോകുന്ന. ഓക്കെ, STയിലേക്ക് 3 വാല്യൂ വെച്ച് ആഡ് ചെയ്യാൻ വേണ്ടി ഈ ഒരു കണ്ടീഷനാണ് കൊടുത്തത്. ഇപ്പോൾ കണ്ടില്ലേ ഫിനിഷൻ? അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്? അതായത് ഇതുവരെ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയിട്ടേ ഫസ്റ്റ് ടൈമാണ്. ഓക്കെ, ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഇതുവേണ്ടി ഫോളോ ചെയ്യാം, ഇതിൽ മാറ്റങ്ങൾ വരുത്താം. ഓക്കെ, ഈ 2 ക്വസ്റ്റ്യനാണ് ഞാൻ സെലക്ട് ചെയ്തത്. അത്യാവശ്യം നല്ല ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനലിലെ വീഡിയോസ് യൂസ്ഫുൾ ആകുമെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.